നോർമൽ അല്ലാത്ത ഒരു ADHD പോലുള്ള ഡിസീസസ് അല്ലെങ്കിൽ ഇൻസോംനിയ പോലുള്ള ഡിസീസസ് ഉള്ള കുട്ടികളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ നേരെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡർ പോലുള്ള അസുഖങ്ങൾ ഉള്ള കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? സോ ഈ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ പഠനത്തിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാരും ഓട്ടിസം ഉണ്ട്, അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി, വിരിവിരിപ്പ് എന്നെല്ലാം നമ്മൾ പറയും, അതുപോലെ തന്നെ കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അതുപോലെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ബുദ്ധിപരമായി കുറച്ച് പിന്നോക്കമുള്ള കുട്ടികൾ. സോ ഈ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കെല്ലാം സാധാരണയുള്ള കുട്ടികളെക്കാളും ഉറക്കത്തിൽ പല പ്രശ്നങ്ങളും കാണാറുണ്ട്. സോ ഇപ്പോൾ ഓട്ടിസം ആണെങ്കിൽ പോലും ഏതാണ്ട് 40 തൊട്ട് 80% വരെയുള്ള കുട്ടികൾക്ക് വരെ ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ കാണാറുണ്ട്. സോ ഇവർക്കാണെങ്കിൽ പോലും, ഈ ബുദ്ധിമുട്ടുള്ള നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ പോലും അവർക്ക് ഒരു പ്രോപ്പർ സ്ലീപ്പ് ഹൈജീനും ഒരു പ്രോപ്പർ ബെഡ് ടൈം റുട്ടീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഓട്ടിസം കണക്കുള്ള സിറ്റുവേഷൻസിൽ പലപ്പോഴും പല സ്റ്റഡീസും പ്രൂവ് ചെയ്തേക്കുന്നത് അവർക്ക് മെലറ്റോണിൻ്റെ ലെവല് കുറച്ച് കുറവാണെന്നാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ ഈ രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മേ ബി നമ്മൾ ചിലപ്പോൾ ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. മെലറ്റോണിൻ മാത്രമല്ല വേറെയും മരുന്നുകളുണ്ട്. സോ ആ സിറ്റുവേഷൻ അനുസരിച്ച് പലപ്പോഴും നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബിഹേവിയറിനെ കുറിച്ചും പിന്നെ ഈ മെഡിസിനെ കുറിച്ചും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഒരു പേരൻ്റ് എന്നോട് ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുമായിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഞാൻ ആവശ്യപ്പെടുന്ന അവരുടെ ഒരു പ്രോപ്പർ സ്ലീപ്പ് ഡയറി എന്ന് ഞാൻ പറയും. അവരുടെ ഈ കഴിഞ്ഞ ഒരാഴ്ചയുള്ള സ്ലീപ്പ് എങ്ങനെയായിരുന്നെന്ന് നല്ല രീതിയിൽ അവർ എഴുതി ക്ലിയർ ആയിട്ട് കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയുടെ ഒരു സ്ലീപ്പ് പാറ്റേൺ എനിക്ക് മനസ്സിലാവും. അതനുസരിച്ച് എനിക്ക് കുട്ടിക്ക് വേണ്ട ചേഞ്ചസ് വരുത്താൻ പറ്റും.